ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 23-ാം അധ്യായം അതിൻ്റെ 11 മുതലുള്ള ഭാഗങ്ങളിൽ രാത്രിയിൽ കർത്താവ് അവൻ്റെ അടുക്കൽ നിന്ന് ധൈര്യമായിരിക്കുക, നീ എന്നെക്കുറിച്ച് യെരുശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമയിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു എന്ന് അരുൾ ചെയ്തു. അപ്പോസ്തലനായ പൗലോസ് കർത്താവിൻ്റെ രാജ്യത്തിനു വേണ്ടി തിടുക്കത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത്, ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ കാരാഗ്രഹത്തിനകത്ത് കിടക്കുമ്പോൾ കർത്താവ് പൗലോസിൻ്റെ അടുക്കൽ വന്ന് നിന്നിട്ട് പറയുകയാണ്, പൗലോസേ ധൈര്യമായിരിക്കുക. ഇങ്ങനെ ദൈവം പറയണമെങ്കിൽ അതിൻ്റെ അർത്ഥം എവിടെയോ ഒരു ഭാഗത്ത് ധൈര്യം ക്ഷയിച്ചു പോകുന്ന ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ കർത്താവ് വന്നിട്ട് പറയുകയാണ്, ധൈര്യത്തോടെ ഇരിക്കുക, ഭയപ്പെടരുത്. അടുത്ത പദം ഇങ്ങനെയാണ്, നീ എന്നെക്കുറിച്ച് യെരുശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമയിലും സാക്ഷീകരിക്കേണ്ടതാവുന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, യെരുശലേമിൽ സാക്ഷീകരിച്ചതിൻ്റെ റിസൾട്ടാണ് കാരാഗ്രഹത്തിനകത്ത് കിടക്കുന്നത്. ദൈവത്തിൻ്റെ രാജ്യത്തിനു വേണ്ടി, കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്തപ്പോൾ തനിക്ക് നേരിട്ടത് കാരാഗ്രഹവാസമാണ്. അവിടെ വന്നു നിന്നിട്ട് കർത്താവ് പറയുകയാണ്, നീ അവിടെ ചെയ്തതുപോലെ തന്നെ റോമയിലും ചെയ്യണം. അതിൻ്റെ അടുത്ത വാക്യം ഇങ്ങനെയാണ്, നേരം വെളുത്തപ്പോൾ ചില യഹൂദന്മാർ തമ്മിൽ യോജിച്ച് പൗലോസിനെ കൊന്നുകളയോളം ഒന്നും തിന്നുകയോ കുടിക്കുകയോ ചെയ്യുകയില്ല എന്ന് ശപഥം ചെയ്തു. മരണത്തെ മുഖാമുഖം കണ്ടു നിൽക്കുന്ന അപ്പോസ്തലന്റെ അടുക്കൽ കർത്താവ് പറയുകയാണ്, നീ ധൈര്യത്തോടെ ഇരിക്കണം, നീ എന്നെക്കുറിച്ച് റോമയിലും സാക്ഷീകരിക്കും. പ്രിയരെ, ജീവിതത്തിൻ്റെ യാത്രയിൽ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ഒരു പ്രതികൂലത്തിനകത്ത് നിൽക്കുന്ന അപ്പോസ്തലനോട് കർത്താവ് പറയുന്നത്, അടുത്ത സ്ഥലത്തും നീ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയണം എന്ന് വെച്ചാൽ ഇതിനേക്കാൾ വലിയ പ്രതിസന്ധി ചിലപ്പോൾ നേരിട്ടേക്കാം, പക്ഷേ ധൈര്യമായിരിക്കുക. ഈ സന്ദേശം കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു പ്രതികൂലം വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഭാരപ്പെടാറുണ്ട്. ഇവിടെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിലാണ്. നമ്മുടെ ജീവിതത്തിനകത്ത് കർത്താവിൻ്റെ രാജ്യവുമായിട്ട് ബന്ധപ്പെട്ടോ വ്യക്തിപരമായ ലൈഫിലോ ചില പ്രതിസന്ധികളെ കാണുമ്പോൾ നമ്മൾ ഭയപ്പെടാറുണ്ട്, ഭാരപ്പെടാറുണ്ട്. പക്ഷെ ദൈവവചനം പറയുന്നു, ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ഒരല്പസമയത്തേക്ക് കാരാഗ്രഹവാസമാണെങ്കിൽ പോലും, എന്ന് വെച്ചാൽ ജീവിതത്തിൻ്റെ ചില സാഹചര്യങ്ങൾ നമ്മെ കാരാഗ്രഹവാസം എന്ന നിലയിൽ തോന്നുമാറും. നമ്മൾ ചില യാത്രകളിൽ സഞ്ചരിക്കാറുണ്ട്. വചനം പറയുന്നു, അങ്ങനെയാണെങ്കിൽ പോലും അതിനകത്ത് നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ ദൈവം ശക്തനെന്ന് ഉറപ്പിക്കുന്ന ഒരു വേദഭാഗമാണ് നമ്മളിവിടെ വായിച്ചു കേട്ടത്. എന്ന് വെച്ചാൽ കർത്താവ് ഇത് പറഞ്ഞിട്ട് മാറിയിരുന്നെന്നല്ല. ഈ അപ്പോസ്തല പ്രവൃത്തികളിൽ തന്നെ പറയുന്നുണ്ട്, റോമയിൽ പൗലോസ് കർത്താവിനെ ശുശ്രൂഷിപ്പാൻ ദൈവം ഭാഗ്യമൊരുക്കിയെന്ന് ദൈവവചനം പറയുന്നുണ്ട്. പ്രിയരെ, നമ്മളൊക്കെ ചില വിഷയങ്ങൾ കാണുമ്പോൾ തകർന്നു പോകുമെന്ന് ചിലപ്പോൾ ചിന്തിച്ചേക്കാം. കാരാഗ്രഹത്തിനകത്ത് കിടക്കുന്ന പൗലോസിന് വേണമെങ്കിൽ ചിന്തിക്കാം, കാരണം പുറത്ത് തന്നെ കൊല്ലാൻ പദ്ധതി ഒരുക്കുകയാണ്. എന്നാൽ ദൈവത്തിൻ്റെ നിയോഗമുള്ള, ദൈവത്തിൻ്റെ പദ്ധതിയുള്ള ഒരു വ്യക്തിയെ ഒരു മനുഷ്യൻ വിചാരിച്ചാലും തകർക്കാൻ കഴിയത്തില്ല എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ ഒന്നും കണ്ട് ഭാരപ്പെടാതെ, ഒന്നും കണ്ട് നിരാശപ്പെടാതെ നിത്യതയെ ലക്ഷ്യമാക്കി അവസാനം വരെ ഏത് പ്രതിസന്ധി മറികടക്കുവാൻ ശക്തീകരിക്കുന്ന അഭിഷേകത്തോടെ ആത്മാവിൽ സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.